എക്സാമിന് എന്തൊക്കെ പഠിക്കണം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 64. ഇവിടെ നോക്കിക്കേ, നമ്മള് ആ എന്ന അക്ഷരം വെച്ചിട്ട് എന്ത് പഠിച്ചു? അമ്മ, അമ്മ, ആ, ആന. ഓക്കെ, ഇല, ഈച്ച, ഉള്ളി, വെച്ചിട്ട് എന്ത് പഠിച്ചു? ഊഞ്ഞാൽ, ഋഷി. ഓക്കെ, ആ മുതൽ വരെ അക്ഷരങ്ങൾക്ക് നമ്മൾ ഓരോ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അക്ഷരങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ പിക്ചേഴ്സ് ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ എന്ന അക്ഷരം നിങ്ങൾ അമ്മ എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, ആ എന്ന അക്ഷരം ആനയിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോ ഓരോ അക്ഷരം കൊണ്ട് പഠിച്ച വാക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അമ്മ, ആ, ആന, ഇല, ഈച്ച, ഉള്ളി, ഊഞ്ഞാൽ, ഋഷി. ഓക്കെ, പിന്നെ നമ്മള് ഈ അക്ഷരങ്ങൾക്കൊക്കെ ഓരോ ചിഹ്നങ്ങൾ പഠിച്ചു നോക്കുന്നില്ലേ? ആ എന്ന അക്ഷരം മുതലാണ് ചിഹ്നങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെ അക്ഷരങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ചിഹ്നങ്ങൾ ഇങ്ങനെ ഇവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അക്ഷരങ്ങൾ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ചിഹ്നം, ശരിയായ ചിഹ്നം ഏതാണോ അതിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. ആന്റെ ചിഹ്നം ഏതാ? ആ എന്ന് പറയുമ്പോൾ ഏത് ചിഹ്നമാണ്? വെരി ഗുഡ്, ഇതാണ് ആന്റെ ചിഹ്നം. അപ്പൊ അതിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഈന്റെ ചിഹ്നം എന്താ? വെരി ഗുഡ്, ഇതാണ് ഈന്റെ ചിഹ്നം. ഓക്കെ, അടുത്തത് ഇതിലേതാണ് ഈ ചിഹ്നം? വെരി ഗുഡ്, ഇതാണ് ഈ ചിഹ്നം. അടുത്തത് ഏതാ? ഇതിലേതാണ് ഊന്റെ ചിഹ്നം? വെരി ഗുഡ്, ഇതാണ് ഊ ചിഹ്നം. അടുത്തത് ചിഹ്നം ഏതാ? വെരി ഗുഡ്, ഇതാണ് ഊ ചിഹ്നം. ലാസ്റ്റ് വൺ ചിഹ്നം ഏതാ? ഇതാണ് ചിഹ്നം. ഓക്കെ, അപ്പൊ എക്സാമിന് എന്തായാലും ഇങ്ങനെ അക്ഷരങ്ങളും അതിന്റെ ചിഹ്നങ്ങളും മാച്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഓരോ അക്ഷരത്തിന്റെ ചിഹ്നങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ എക്സാമിന് ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിന്റെ പേരുകൾ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതി തരാം, അത് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കാം. ഞാൻ വാക്കുകൾ എഴുതാൻ പോവാണേ, ശ്രദ്ധിച്ചിരിക്കണേ. വല, ഇല, മല, ഊഞ്ഞാൽ. ഓക്കെ, ആമ, അറ, പറ, ഉറി, വല, ഇല, മല, ഊഞ്ഞാൽ. ഓക്കെ, ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ട് നിങ്ങളോട് അതിന്റെ പേരുകൾ എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ 8 വാക്കുകൾ നിങ്ങൾ കാണാതെ എഴുതി പഠിക്കാം. ഓക്കെ, പിന്നെ ആ എന്ന പാഠഭാഗത്ത് ഒരു പാട്ട് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങളത് കാണാതെ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്കൊന്ന് പാടി നോക്കിയാലോ? കുഞ്ഞി കണ്ണ് മിഴിച്ചല്ലോ, ഉണ്ണി ഉണർന്ന് കഴിഞ്ഞല്ലോ, അമ്മേ കണ്ട് ചിരിച്ചല്ലോ, അച്ഛനൊരുമ്മ കൊടുത്തല്ലോ, ഉണ്ണിക്കുമ്പ നിറഞ്ഞാലേ ഉണ്ണീടമ്മ ചിരിക്കുള്ളൂ, ഉണ്ണി പാല് കുടിച്ചോളൂ, വാഴപ്പഴവും തിന്നോളൂ. ഈ പാട്ട് ഇതുപോലെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുന്നത് എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, ഒന്നുകൂടെ പാടി നോക്കിയാലോ? കുഞ്ഞി കണ്ണ് മിഴിച്ചല്ലോ, ഉണ്ണി ഉണർന്ന് കഴിഞ്ഞല്ലോ, അമ്മേ കണ്ട് ചിരിച്ചല്ലോ, അച്ഛനൊരുമ്മ കൊടുത്തല്ലോ, ഉണ്ണിക്കുമ്പ നിറഞ്ഞാലേ ഉണ്ണീടമ്മ ചിരിക്കുള്ളൂ, ഉണ്ണി പാല് കുടിച്ചോളൂ, വാഴപ്പഴവും തിന്നോളൂ. ഓക്കെ, അപ്പൊ ഈ പാട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം.
ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മലയാളത്തിൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്തൊക്കെ പഠിക്കണം? ഓരോ അക്ഷരങ്ങൾ കൊണ്ട് പഠിച്ച വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. മാച്ചിങ്ങിന് ചോദിക്കും. പിന്നെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും മാച്ച് ചെയ്യാൻ ചോദിക്കും. ഇവിടെ നോക്കിക്കേ, ആ മുതൽ ഴ് വരെ അക്ഷരങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ചിഹ്നങ്ങൾ ഇങ്ങനെ തെറ്റിച്ച് കൊടുക്കും. നിങ്ങൾ അത് ശരിയാക്കി മാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ അക്ഷരങ്ങളും അതിലെ ചിഹ്നങ്ങളും കറക്റ്റിന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഞാനിവിടെ ഒരു 8 വാക്കുകൾ എഴുതിയത് കാണുന്നില്ലേ? ഈ വാക്കുകൾ ഇതുപോലെ നിങ്ങൾ സ്ലേറ്റിൽ എഴുതി പഠിക്കുക. ഇതിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ട് വാക്കുകൾ നിങ്ങളോട് എഴുതാൻ പറയും. ഓക്കെ, അപ്പോ ഈ വാക്കുകൾ നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. ഒന്ന് വായിച്ചേ. ആമ, അറ, പറ, ഉറി, വല, ഇല, മല, ഊഞ്ഞാൽ. ഓക്കെ, അപ്പോ ഈ 8 വാക്കുകൾ നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പഠിക്കാം. ഓക്കെ, ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ എഴുതാൻ കഴിയണം. ഓക്കെ, പിന്നെ കുഞ്ഞിക്കണ്ണി മിഴിച്ചല്ലോ, ആ പാട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും മലയാളത്തിലെ ഫുൾ മാർക്ക് കിട്ടിയിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.